എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ഗോസിപ്പ് ചാനലായതുകൊണ്ട് ഇതൊരു ഗോസിപ്പ് വീഡിയോ ആണ്. അബിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. മിമിക്രി താരമായിരുന്ന സിനിമാ നടനായ ഷെയ്ൻ നിഗത്തിൻ്റെ ബാപ്പയായ അച്ഛനായ അബിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. അബി എന്ന് പറഞ്ഞാൽ തന്നെ മലയാളികൾക്ക് അബി ആരാണെന്ന് അറിയാം. അബി സിനിമകളൊന്നും ആയിട്ടില്ല. സിനിമകൾ അദ്ദേഹത്തിന് വളരെ കുറവായിരുന്നു. അദ്ദേഹത്തോടൊപ്പം മിമിക്രി കളിച്ച് നടന്ന ദിലീപും അതുപോലെ ഹരിശ്രീ അശോകനും ഒക്കെ വലിയ താരങ്ങളായപ്പോൾ, ലക്ഷങ്ങൾ പ്രതിഫലം മേടിക്കുന്ന താരങ്ങളായപ്പോൾ ഇദ്ദേഹം മാത്രം സിനിമയിലൊന്നും ആയില്ല. എന്നാൽ ദിലീപിനൊക്കെ മുമ്പ് സിനിമയിൽ നായകനായിട്ടുള്ള, സിനിമയിൽ മമ്മൂട്ടിയോടൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ് അബി. അബിയുടെ ഒരു ഈ അടുത്ത കാലത്ത് ഒരു ഗോസിപ്പ് വന്നിരുന്നു. അത് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത നയം വ്യക്തമാക്കുന്ന സിനിമ. അതിൽ മമ്മൂട്ടിയാണ് നായകൻ, ശാന്തികൃഷ്ണയാണ് നായകൻ. ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത്. അതിൽ മമ്മൂട്ടിയുടെ കൂടെ നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് അബി ഉള്ളത്. അബിയും മമ്മൂട്ടിയും ഒന്നിച്ചുള്ളൊരു സീൻ എടുക്കാൻ നേരത്ത് ബാലചന്ദ്രമേനോൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയ ശേഷം ഇദ്ദേഹത്തെ കാണുന്നില്ല, ഈ അബിയെ കാണുന്നില്ല. അപ്പോൾ എല്ലാവരും അന്വേഷിച്ചു. അതിനുശേഷം ഇവരുടെ കൂട്ടത്തിലുള്ള, ബാലചന്ദ്രമേനോൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ ഈ അബിയെ കണ്ടെത്തുന്നു, ബാത്റൂമിൻ്റെ അടുത്ത് നിന്ന് കണ്ടെത്തുന്നു. അപ്പോൾ അബിയോട് റെഡിയായി വരാൻ പറഞ്ഞപ്പോൾ അബി പറഞ്ഞത് അവിടെ മമ്മൂട്ടി എന്നെ കാത്തിരിക്കട്ടെ, ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ മാറി നിന്നാണ്, മമ്മൂട്ടി കുറച്ച് എന്നെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ എന്ന് വെച്ചിട്ട്. മമ്മൂട്ടിയോട് തോന്നിയ കുശുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടോ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്താവാം. അല്ലെങ്കിൽ താനും ഒരു വളർന്നു വരുന്ന നടനാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ചിലപ്പോൾ ചെയ്തതായിരിക്കാം. ഇങ്ങനെ മാറിയിരിക്കുക അല്ലെങ്കിൽ ഒരാളെ വെയിറ്റ് ചെയ്യിപ്പിക്കുക. അബി അന്ന് തിളങ്ങി നിൽക്കുന്ന ഒരു മിമിക്രി താരമാണ്. ഒരുപാട് ആരാധകരും അന്നത്തെ ഈ മിമിക്രിയോടൊക്കെ അന്ന് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നൊരു കാലമുണ്ടല്ലോ. മിമിക്രി കാസറ്റുകളും അതുപോലെ മിമിക്രി കാസറ്റുകൾ ഇറങ്ങുന്നതിന് മുമ്പാണെന്ന് തോന്നുന്നു ആ സിനിമയൊക്കെ വന്നത്. അതുപോലെ ഈ മിമിക്രി താരങ്ങളോട് ഭയങ്കര ഒരു ആരാധന ഉണ്ടായിരുന്ന കാലമുണ്ട്. ഗൾഫ് ഷോകൾ, ഇങ്ങനെയുള്ളൊരു സംഭവം ഇന്നതൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഈ ഗൾഫ് പരിപാടികൾ, അതുപോലെ കാസറ്റ് ഇറക്കുന്ന പരിപാടിയൊക്കെ ഇപ്പോൾ കുറവാണ്. ഒരു കാലത്ത് ഇങ്ങനെയുള്ള കോമഡി പരിപാടികൾ തന്നെ ചാനലിലുണ്ടായിരുന്നു ഈ മിമിക്രി താരങ്ങൾ. അപ്പോൾ അതുകൊണ്ടൊക്കെ ചിലപ്പോൾ ചെറിയ തലക്കര ഇദ്ദേഹത്തിന് ഉണ്ടായി കാണാം, അബിക്ക് ഉണ്ടായിട്ടുണ്ടാവും. കാരണം അബിയാണ് അന്നത്തെ കാലത്ത് മിമിക്രിയിലൊക്കെ ഏറ്റവും സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ താഴെ വരുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെയുള്ള അഹങ്കാരമൊക്കെ കാണിച്ചുകൊണ്ടാവാം ചിലപ്പോൾ അബി പിന്നീട് ഒന്നും ആകാതെ പോയത്. ദിലീപ് പോലും അബിക്ക് അവസരങ്ങൾ കൊടുത്തിട്ടില്ല. ദിലീപ് ഒരുപാട് ആൾക്കാരെ വളർത്തിയിട്ടുണ്ട്. എന്തിന്, ധർമ്മജനെയൊക്കെ ദിലീപ് കയറ്റിക്കൊണ്ടുവന്നതാണ്. അതുപോലെ ഷാജോൺ, കലാഭവൻ ഷാജോണെയൊക്കെ ദിലീപ് ഒരുപാട് ചിത്രങ്ങളിൽ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദിലീപിൻ്റെ പടത്തിന് പാട്ട് എഴുതാനും മ്യൂസിക് ചെയ്യാനൊക്കെ നാദൃശയൊക്കെ ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏലൂർ ജോർജിനെയൊക്കെ ദിലീപ് ചെറിയ വേഷങ്ങൾ കൊടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏലൂർ ജോർജൊക്കെ ദിലീപിൻ്റെ ചിത്രങ്ങളിൽ ഇല്ലാത്ത ചിത്രങ്ങൾ കുറവാണ്. എന്നിട്ടും അബിയെ എന്തുകൊണ്ട് ദിലീപ് സപ്പോർട്ട് ചെയ്തില്ല? അബി അന്നത്തെ യുവനടിയായ മാധുവിൻ്റെയൊക്കെ നായകനായിട്ടുള്ള ഒരു താരമാണ്. പക്ഷേ ആ പടമൊന്നും വിജയിച്ചില്ല. അന്ന് ദിലീപ് ഒന്നും നായകനായിട്ടൊന്നുമില്ല. പക്ഷേ ദിലീപ് നായകനായി സൂപ്പർ സ്റ്റാറായിട്ടൊന്നും അബിയൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവസരങ്ങൾ ഇവരുടെ കൂടെയൊക്കെ വേഷങ്ങൾ കൊടുത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് അബിക്കൊക്കെ ഒന്നും ആകാതെ പോകേണ്ടി വന്നത്. എന്നാൽ അബിയുടെ മകന് അങ്ങനെയല്ല. അബിയുടെ മകന് ഒരുപാട് അവസരങ്ങൾ കിട്ടി, നായകനായിട്ട് ഒരുപാട് സിനിമകൾ കിട്ടി, ഒരുപാട് പടങ്ങൾ വിജയിച്ചു. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ, അദ്ദേഹം കാണിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. കാരണം അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും ഈ ചെറുക്കനൊക്കെ കാണിക്കുന്ന പരിപാടികൾ ഭയങ്കരമാണ്. പല നിർമ്മാതാക്കൾക്കും
ബുദ്ധിമുട്ടുണ്ടാക്കുക, കുത്തുവാള എടുപ്പിച്ച്, അങ്ങനെ പറയുന്നത് കുത്തുവാള എടുപ്പിച്ചെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് നമ്മൾ അതിൻ്റെ എല്ലാം ഓഡിയോ കേട്ടിട്ടുള്ളതാണ്. ഇവരുടെയൊക്കെ കോൾ റെക്കോർഡിങ്, ഇവരെല്ലാം കിടന്ന് കെഞ്ചി തേടാ വാടാ ഒന്ന് ചെയ്തു താടാ എന്നൊക്കെ പറയുന്നത്. എനിക്കൊരു മൂഡില്ലാത്തൊക്കെ പുള്ളി പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ അതുപോലെ പുതിയ പടത്തിനും ഈ പുള്ളിക്കാരൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ പുള്ളിക്കാരൻ്റെ അമ്മ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പടം വിജയിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഈ പുള്ളിക്കാരൻ മാത്രമല്ല നായകൻ, 3 പേരായിരുന്നു നായകന്മാർ. ഞാൻ പറഞ്ഞു വന്നത്, മമ്മൂട്ടിയെ പോലൊരു നടൻ ഒരുപാട് മിമിക്രി താരങ്ങൾക്ക് അവസരം കൊടുക്കും. ബിജുക്കുട്ടൻ, അതുപോലെ കോട്ടയം നസീർ, ഇങ്ങനെ കുറേ ആൾക്കാരെ, അതുപോലെ കലാഭവൻ നവാസ്, ഇവർക്കൊക്കെ അവസരങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു താരമാണ് മമ്മൂട്ടി. സുരാജ് വെഞ്ഞാറും കൂടെ ഇന്നത്തെ ഈ ഒരു ഇതിലേക്ക് വളരാൻ തന്നെ കാരണം മമ്മൂട്ടിയാണ്. മമ്മൂട്ടി കൊടുത്ത അവസരങ്ങളാണ് മായാവി എന്ന സിനിമയിലും അതുപോലെ മറ്റേ അണ്ണൻ തമ്പിയിലൊക്കെ കൊടുത്തത് മമ്മൂട്ടിയാണ്. അതിലൂടെയാണ് സുരാജൊക്കെ കയറി വന്നത്. അപ്പം അങ്ങനെ ഒരുപാട് താരങ്ങളെ മമ്മൂട്ടി വളർത്തിയിട്ടുണ്ട്, മിമിക്രി താരങ്ങളെ. അഭി എന്നിട്ടൊന്നും ആയില്ല. മിമിക്രിയിൽ അദ്ദേഹം ഒരുപാട് കഴിവ് തെളിയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ സിനിമയിൽ ഇദ്ദേഹത്തിന് കിട്ടിയ വേഷങ്ങളൊക്കെ വളരെ ചെറിയ വേഷങ്ങളായിരുന്നു. സിനിമയിലൊന്നുമല്ല. രസികൻ എന്ന സിനിമയിലാണ് ദിലീപും അഭിയും ഒന്നിച്ച് വരുന്നത്. അതിലാണ് ചെറിയ വേഷം, എന്താ പറയുക, കൂടെയുള്ള കുറച്ച് നേരങ്ങനെ ഉള്ളൊരു വേഷം കിട്ടുന്നത് അഭിക്ക്. പക്ഷെ ആ പടമൊക്കെ പൊളിഞ്ഞു പോയി. അങ്ങനെ അഹങ്കാരം കൊണ്ടൊന്നും ആകാതെ പോയ ഒരു താരമാണ് അഭി. അഭിയുടെ മകനും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപാട് ചിത്രങ്ങളിൽ ഷൈൻ നിഗം കത്തി നിൽക്കേണ്ട ഒരു സമയമായിരുന്നു. അദ്ദേഹം ഒരുപാട്, എന്താ പറയുക, നിർമ്മാതാക്കൾക്ക് അദ്ദേഹത്തെ വെക്കാൻ തന്നെ ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പടം കുറഞ്ഞായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം നായകനായിട്ട് ഒരുപാട് ചിത്രങ്ങളിൽ വരേണ്ട ഒരു നടനാണ്, പക്ഷെ സിനിമകൾ കുറഞ്ഞ അദ്ദേഹത്തിന്. എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹത്തെ പുതിയ സംവിധായകരോ നിർമ്മാതാക്കളോ ഒക്കെ ഇദ്ദേഹത്തെ വെച്ച് പടം ചെയ്യാനുള്ള ധൈര്യം കാണിക്കുമെന്ന്. പക്ഷേ അദ്ദേഹം സിനിമകൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ഒരു താരമാണ്. കുറച്ചുകൂടെയൊക്കെ പ്രിയദർശൻ്റെയൊക്കെ സിനിമയിൽ ഇദ്ദേഹം നായകനായിട്ടുണ്ട്. പ്രിയദർശനൊക്കെ ഇദ്ദേഹത്തെ വെച്ച് സിനിമ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സിനിമകൾ ഇനിയും വരുമായിരിക്കും, കാത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്ന സുഹൃത്തുക്കളെ എൻ്റെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ കമൻറ്റുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്തു. തെറിവിളിയുടെ അങ്ങേയറ്റമാണോ ഫേസ്ബുക്കിൽ? അത് സാരമില്ല, നിങ്ങളുടെ സ്നേഹം കൊണ്ടല്ലേ, നിങ്ങളുടെ സ്നേഹം കൊണ്ടാണത്. അപ്പോൾ ടാറ്റ.